മൈ ഡിയർ +2 സ്റ്റുഡൻസ്. യെസ്, അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് പ്ലാനിങ് എന്ന 4th ചാപ്റ്ററിന്റെ 1 ഷോട്ടും ആയിട്ടാണ്. അപ്പൊ ഈ റിവിഷൻ സ്റ്റേജിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സോ പ്ലാനിങ് എന്ന ചാപ്റ്ററിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ മിസ് ഇന്ന് ഉൾപ്പെടുത്താൻ പോവാണ്. റെഡിയാണോ? യെസ്. അപ്പൊ പ്ലാനിങ് എന്ന ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. 6 മാർക്കാണ് ഈ ഒരു ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരെ ഈ ചാപ്റ്ററിന് ചോദിക്കാം. ഓക്കെ, അപ്പൊ പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ച് മറ്റുള്ള മാനേജീരിയൽ ഫങ്ഷൻസ് ഒക്കെ നടക്കണമെങ്കിൽ ആദ്യം എന്ത് നടക്കണം? പ്ലാനിങ് നടക്കണം, അല്ലെ? അപ്പൊ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്, ഒരു ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ആദ്യത്തെ പ്രൈമറി ഫംഗ്ഷൻ ആണ് പ്ലാനിങ് എന്ന് പറയുന്നത്. യെസ്, അപ്പൊ ഈ പ്ലാനിങ് എന്താന്ന് നോക്കുന്നതിന് മുന്നേ പ്ലാൻ എന്താന്ന് അറിയണം, വേണ്ടേ? നമ്മൾ ഒരുപാട് പ്ലാൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. ട്രിപ്പിന്റെ പ്ലാൻ നടക്കാറില്ല, എന്നാലും നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എന്താണ്, എക്സാമിന് വേണ്ടി പ്ലാൻ ചെയ്യാറുണ്ട്. ഇനിയിപ്പോ ആരെങ്കിലും ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന് പ്ലാൻ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പല പ്ലാനുകളും ഫ്ലോപ്പ് ആവാറുണ്ടെങ്കിലും നമ്മുടെ പ്ലാനിങ്ങിന് ഒരു കുറവും ഉണ്ടാവാറില്ല, അല്ലെ? സോ പ്ലാൻ ചെയ്യാറുണ്ടെങ്കിലും എന്താണ് പ്ലാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് സ്റ്റക്ക് ആവും. ശരിക്കും എന്താണ് ഈ പ്ലാൻ, അല്ലെ? എന്താണ്? എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാന്ന് വീണ്ടും പറയും, അല്ലെ? എന്താണ് പ്ലാൻ എന്ന് ചോദിക്കുന്ന സമയത്ത് പ്ലാൻ ചെയ്യുക എന്ന് നമ്മൾ പറയും. അപ്പൊ കറക്റ്റ് ആയിട്ട് എന്താണ് പ്ലാൻ എന്ന് നമുക്ക് പറയാൻ കഴിയാറില്ല. അപ്പൊ എന്തായിരിക്കും? ഇവിടെ സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ടു അച്ചീവ് എ സ്പെസിഫിക് റിസൾട്ട് എ പെർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ ഈസ് പ്രിപ്പയർഡ്. അതായത് ഒരു പെർട്ടിക്കുലർ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്പെസിഫിക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പെർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് പ്ലാൻ എന്ന് പറയുന്നത്. ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കോംപ്ലിക്കേഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവും, അല്ലെ? അപ്പൊ ചുരുക്കി പറയാം, അതായത് എക്സാം എന്ന് പറയുന്നതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം, നമ്മുടെ സ്പെസിഫിക് റിസൾട്ട്. എക്സാമിന് നല്ല മാർക്ക് നേടണം, എക്സാമിന് നല്ല റിസൾട്ട് കിട്ടണം, അതാണ് നമ്മുടെ എയിം. അത് കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം ഈ എക്സാമിന്റെ ഡേറ്റ് അങ്ങോട്ട് വരുമ്പോൾ ഒരു ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കും. മൺഡേ ഇത് പഠിക്കാം, ട്യൂസ്ഡേ ബിസിനസ് സ്റ്റഡീസ് പഠിക്കാം, വെനസ്ഡേ അക്കൗണ്ടൻസി പഠിക്കാം. ഒരു പെർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ അവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അല്ലെ? അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്ലാൻ എന്ന് പറയാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു സ്പെസിഫിക് റിസൾട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഈ സ്പെസിഫിക് റിസൾട്ട് എന്ന് പറയുന്നത് എക്സാം ആണ്, അതുപോലെ തന്നെ ട്രിപ്പ് ആവാം, എന്തും ആവാം. ആ സ്പെസിഫിക് റിസൾട്ട് നേടിയെടുക്കാൻ ബിസിനസ് ഓർഗനൈസേഷനിലും ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ ആരുണ്ടാക്കുന്നുണ്ട്? മാനേജ്മെന്റ് തയ്യാറാക്കുന്നുണ്ട്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ പ്ലാനിങ് എന്തായിരിക്കും? പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു. ഇത് പഠിച്ചു വെക്കുക, അല്ലെ? സിമ്പിൾ ആണ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ മാനേജർ എന്ത് ചെയ്യും? ഒരു ഐഡിയ ഫോർമുലേറ്റ് ചെയ്യും. അതിനെ നമുക്ക് പ്ലാനിങ് എന്ന് പറയാൻ പറ്റും. ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ആ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റിൽ ആദ്യം തന്നെ ചർച്ചകൾ ഇങ്ങനെ നടക്കും. എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു തിങ്കിങ് പ്രോസസ്, അല്ലെങ്കിൽ അവിടെ എന്താണ്, തിങ്കിങ് റാദർ ദാൻ ഡൂയിങ് ആന്ന് പറയാൻ പറ്റും, അല്ലെ? ചെയ്യുന്നതിനേക്കാൾ അവിടെ എന്താണ്, തിങ്ക് ചെയ്യാണ്. നമ്മുടെ തോട്ട്, നമ്മൾ എന്താണ്, മെന്റൽ എക്സസൈസ് ആണെന്നൊക്കെ പറയാൻ പറ്റും. നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് അവിടെ തിങ്ക് ചെയ്യുന്നത്, അല്ലെ? ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും, ഇല്ലേ? പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്താണ്, തിങ്ക് ചെയ്യാണ്. തിങ്ക് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റീവ് ആയിട്ടുള്ള, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും. സോ പ്ലാനിങ് എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഇന്നോവേഷനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ പ്ലാനിങ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, നമുക്ക് എവിടേക്കാണ് പോവേണ്ടത്, നമ്മളിപ്പോ എവിടെയാണ് ഉള്ളത് എന്നുള്ള ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എക്സാം ആണ് നമ്മുടെ റിസൾട്ട്. നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? എക്സാമിലേക്കാണ് പോകേണ്ടത്. നമ്മളിപ്പോ ഇതാ പ്രസന്റിൽ നിൽക്കുകയാണ്, അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ ഒന്നും ബ്ലാങ്ക് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്യാണ്, നല്ല രീതിയിൽ എക്സാമിന് എഴുതാൻ പറ്റും. എങ്ങനെയാണ്? അവിടെ ഒരു പെർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ ടൈം ടേബിൾ ഉണ്ടാക്കുന്നുണ്ട്. ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ എന്ന് പറഞ്ഞ ഇതൊക്കെ നമ്മൾ പഠിക്കണം, എന്നാൽ എക്സാം അടിപൊളിയായിട്ട് എഴുതാം. അപ്പൊ ഇവിടെ എന്താണ്, ഇന്നും എക്സാം എഴുതുന്നത് ഫ്യൂച്ചറിലാണ്, അല്ലെ? അപ്പൊ ഫ്യൂച്ചറിലേക്കുള്ള ആ ഒരു ഗ്യാപ്പ് ആര് ഫില്ല് ചെയ്യുന്നുണ്ട്? നമ്മുടെ പ്ലാൻ ഫില്ല് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്ലാനിങ് സീക്സ് ടു
ബ്രിഡ്ജ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ where we are and where we want to go. നമ്മൾ എവിടെയാണ്, നമുക്ക് എവിടേക്കാണ് പോവേണ്ടത് എന്നുള്ള ആ ഗ്യാപ്പ് പ്ലാൻ ഫില്ല് ചെയ്ത് തരുന്നുണ്ട്. ക്ലിയർ? യെസ്. അപ്പൊ എന്താണ് പ്ലാനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്താ പറയണ്ടേ? സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡെവലപ്പിംഗ് അപ്രോപ്രിയേറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ടു അച്ചീവ് ദീസ് ഒബ്ജക്റ്റീവ്സ്. ആദ്യം തന്നെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യും. ആ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്രോപ്രിയേറ്റ് പ്ലാൻ, അല്ലെങ്കിൽ സോറി കണ്ടോ, പ്ലാൻ എന്ത് ചോദിച്ചാൽ വീണ്ടും വീണ്ടും അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പൊ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോഴ്സ് ഓഫ് ആക്ഷൻ പ്രിപ്പയർ ചെയ്യുന്നതിന് നമുക്ക് പ്ലാനിങ് എന്ന് ഈസി ആയിട്ട് പറയാൻ പറ്റും. ക്ലിയർ? യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ മീനിങ് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡെഫിനിഷൻ ആണ്. അപ്പൊ ഇവിടെ ഹെൻറി ഫയോൾ എങ്ങനെയാണ് നമ്മുടെ പ്ലാനിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം അല്ലെ. എങ്ങനെയാണ്? പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ദി ബെസ്റ്റ് അൾട്ടർനേറ്റീവ് എമംഗ് അതേഴ്സ് ടു പെർഫോം ഡിഫറെന്റ് മാനേജ്മെന്റ് ഓപ്പറേഷൻസ് ഇൻ ഓർഡർ ടു അച്ചീവ് പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസ്. നമുക്കറിയാം, ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരുപാട് ഗോൾസ്, ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ആ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ ഒരുപാട് ഓപ്പറേഷൻസ് നടക്കേണ്ടി വരും. ആ ഓപ്പറേഷൻസ് എങ്ങനെ പെർഫോം ചെയ്യാം, ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യാം എന്നതാണ് പ്ലാനിങ്ങിലൂടെ നടക്കുന്നത്. ക്ലിയർ? അപ്പൊ നമ്മൾ നേരത്തെ നമ്മുടെ എക്സാമ്പിൾ തന്നെ പറയാം അല്ലെ. നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. എവിടേക്ക് പോവണം, എങ്ങനെ പോവണം, ആരെ കൂട്ടി പോകണം, ബജറ്റ് എത്രയാണ് അല്ലെ. പോവാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുന്നിൽ ഉണ്ടാവും. അതിലേറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്യാണ്, അതിലേറ്റവും ബെസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാണ്. അവിടെ എന്താണ്? ഡിസിഷൻ മേക്കിംഗ് ആണ് നടക്കുന്നത്. ഇതേ ഒരു കാര്യമാണ് ബിസിനസ് ഓർഗനൈസേഷനിലും നടക്കുന്നത്. ക്ലിയർ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയായിരിക്കും നമുക്ക് തന്നെ അറിയാം അല്ലെ. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കിക്കളയാം എന്തൊക്കെയാണ് പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ്. ഫസ്റ്റ് വൺ, പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ. പ്ലാനിങ് എന്ത് നൽകുന്നുണ്ട്? ഡയറക്ഷൻ നൽകുന്നുണ്ട്. എങ്ങനെയായിരിക്കും പ്ലാനിങ് ഡയറക്ഷൻ നൽകുന്നത്? ഭാവിയിൽ എന്ത് ചെയ്യണം അല്ലെ, വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ആക്ടിവിറ്റീസ് എപ്പോ ചെയ്യണം, ആരൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കറക്റ്റ് ഗൈഡാണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? പ്ലാനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയാൽ മതി അല്ലെ. ആ ഡയറക്ഷൻസിനനുസരിച്ച് പോയാൽ മതി. ഇപ്പൊ നമ്മൾ എന്താണ്, എവിടെയെങ്കിലും ഒക്കെ യാത്ര പോകുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഗൂഗിൾ മാപ്പിനെ ആശ്രയിക്കാറുണ്ട്, ഡിപ്പെൻഡ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഗൂഗിൾ മാപ്പ് ഇങ്ങനെ ഡയറക്ഷൻ തരുമ്പോൾ നമ്മൾ അങ്ങ് പോയാൽ മതി. ഗൂഗിൾ മാപ്പ് ഇല്ലെങ്കിൽ എന്താ, ഒരാളോട് ചോദിക്കണം, അടുത്ത ആളോട് ചോദിക്കണം അല്ലെ. ആ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേ ഒരു കാര്യമാണ് പ്ലാനിങ് നൽകുന്നത്. പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. എന്താണ്, എങ്ങനെ ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ആദ്യമേ ഇവിടെ പ്രീ ഡിറ്റർമൈൻഡ് ആണ്. അതുകൊണ്ട് തന്നെ അത് നോക്കി അതൊരു ഗൈഡായിട്ട് വെച്ച് പെർഫോം ചെയ്താൽ മാത്രം മതി. ഓക്കെ. സെക്കൻഡ് വൺ എന്താണ്? പ്ലാനിങ് റെഡ്യൂസസ് ദി റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി. എന്താണ് അൺസർട്ടനിറ്റി? പ്രെഡിക്റ്റ് ചെയ്യാം, അതായത് നമുക്ക് ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അൺപ്രഡിക്റ്റബിൾ ആണ്, അൺസർട്ടൈൻ ആണ്. പക്ഷേ പ്ലാൻ ചെയ്ത് വെക്കുന്ന സമയത്ത് എന്തെങ്കിലും ഫ്യൂച്ചറിൽ ഇന്നൊരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് ആദ്യം തന്നെ അവിടെ എന്താണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ഒരു അൺസർട്ടനിറ്റി കൊണ്ടുണ്ടാകുന്ന റിസ്കുകളെ മാക്സിമം കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ. ഇപ്പൊ ഇങ്ങനെ ഒരു ബിസിനസ് പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുകയാണ്. ആ മാർക്കറ്റിന് ഡിമാൻഡ് ഇല്ലാതെ ആവുകയാണെങ്കിൽ എന്ത് പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ളത് മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചാൽ അൺസർട്ടൺ ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ റിസ്കിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനിയിപ്പോൾ അതുപോലെ തന്നെ എന്താണ്, നമുക്ക് പറയാൻ പറ്റില്ല, നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടായാൽ എന്ത് ചെയ്യാം എന്ന് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചാൽ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുത്താൽ മതി, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് കൊണ്ടുവന്നാൽ മതി. ഓക്കെ. അതാണ് പ്ലാനിങ് റെഡ്യൂസസ് ദി റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഫ്യൂച്ചറിൽ എന്ത് നടക്കും എന്നുള്ളത്. പക്ഷേ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം എന്നത് നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ ആയിട്ട് സാധിക്കും. യെസ്. തേർഡ് വൺ എന്താണ്? പ്ലാനിങ് റെഡ്യൂസസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഒരു യൂസും ഇല്ലാത്ത ആക്ടിവിറ്റീസ്. അപ്പൊ ഈ പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് ഓരോ ആളുകളും എന്താണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒക്കെ അഡ്വാൻസ് ആയിട്ട് ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള, റിപ്പീറ്റഡ് ആയിട്ടുള്ള, വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അവിടെ വരുന്നില്ല.
ഇപ്പൊ നമ്മളിപ്പോ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ബഡ്ജറ്റിന്റെ കാര്യം ഫസ്റ്റ് ഒരു ഫ്രണ്ടിനെ ഏൽപ്പിക്കുകയാണ്, നോക്കാൻ വേണ്ടി പറയാണ്, എല്ലാവരുടെ കയ്യിൽ നിന്നും പൈസ കളക്ട് ചെയ്യാൻ ഒരാളെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ ഓൾറെഡി നമ്മൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ഇന്ന ആളാണ് അത് ചെയ്യുന്നത്, അപ്പൊ ആ ആൾക്ക് ചെയ്താൽ മതി. അപ്പൊ വേറൊരാളും ഈ രണ്ടാളും നമ്മൾ അറിയാതെ ആർക്കും ഒന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അസൈൻ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ രണ്ടുപേരും ചെയ്തിട്ട് അത് അവിടെ എന്താണ് ഓവർലാപ്പിംഗ് വരും, അല്ലെങ്കിൽ വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റി വരും. പക്ഷെ ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കാണ്, ബഡ്ജറ്റിന്റെ കാര്യം നീ നോക്ക്, അതുപോലെ തന്നെ നമുക്ക് പോകാനുള്ള വണ്ടിയുടെ കാര്യം ഇയാൾ നോക്ക്. അങ്ങനെ ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചാൽ അവിടെ കൺഫ്യൂഷൻസ് വരുന്നില്ല, ഓവർലാപ്പിംഗ് വരുന്നില്ല, അതുപോലെ തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും വരുന്നില്ല. ഇതേ ഒരു കാര്യമാണ് പ്ലാനിങ്ങിൽ നടക്കുന്നത്. ആദ്യം തന്നെ ഒബ്ജക്റ്റീവ്സ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് നടത്തേണ്ടത്, എപ്പോഴൊക്കെയാണ് നടത്തേണ്ടതെന്ന് ഓൾറെഡി അവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ അവിടെ വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസും വരില്ല. ഓക്കെ, ഫോർത്ത് വൺ എന്താണ്, പ്ലാനിങ് പ്രൊമോട്ട്സ് ഇന്നോവേറ്റീവ് ഐഡിയാസ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഭാവിയിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഓൾറെഡി ഡിസൈഡ് ചെയ്യാണ്. അപ്പൊ എങ്ങനെ ചെയ്യണം, എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുമ്പോൾ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള, ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് അവിടെ വരും. നമ്മൾ തിങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ വരാറുണ്ട്. അതുപോലെ ബിസിനസ്സിലാണ് ഏറ്റവും അടിപൊളി ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ഐഡിയാസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊക്കെ എന്താ, ഒരുപാട് ആളുകൾ തിങ്ക് ചെയ്തതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ പ്ലാനിങ് എപ്പോഴും എന്താണ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ളതും ക്രിയേറ്റീവ് ആയിട്ടുള്ളതുമായ ഐഡിയാസ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ, പ്ലാനിങ് ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ്. നേരത്തെ നമ്മൾ പറഞ്ഞു പ്ലാനിങ് എന്ന് പറയുന്നത് എന്താ, ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ആ ഓപ്ഷൻസ് ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്യുന്നതാണ് അല്ലെ. ട്രിപ്പ് പോകാൻ വേണ്ടി നമുക്ക് ഒരുപാട് പാക്കേജസ് ഉണ്ടാവും, പാക്കേജ് എടുത്ത് പോവുകയാണെങ്കിൽ ഒരുപാട് പാക്കേജസ് ഉണ്ടാവും. അതിൽ ബെസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യാണ്. അവിടെ എന്താണ്, ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് നടക്കുന്നത് അല്ലെ. ഒരുപാട് എണ്ണത്തിൽ നിന്ന് ഒന്ന് നമ്മൾ ചൂസ് ചെയ്യാണ്. ഇതുപോലെ തന്നെയാണ് ബിസിനസ് ഓർഗനൈസേഷനിൽ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകും. ആ ഓപ്ഷൻസ് ബെസ്റ്റ് ചൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ എന്താണ്, പ്ലാനിങ് എസ്റ്റാബ്ലിഷസ് സ്റ്റാൻഡേർഡ് ഫോർ കൺട്രോളിങ്. കൺട്രോളിങ് എന്ന് പറയുന്നത് എന്താ, ഒരു മാനേജീരിയൽ ഫംഗ്ഷൻ ആണ്, ഏറ്റവും അവസാനത്തെ മാനേജീരിയൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ കൺട്രോളിങ്ങിൽ നടക്കുന്ന എന്താ, അതായത് നമ്മളുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ച പോലെയാണോ, നമ്മുടെ സ്റ്റാൻഡേർഡ്സിനനുസരിച്ചാണോ പോകുന്നത് എന്ന് ചെക്ക് ചെയ്യാണ്. അപ്പൊ ഈ കൺട്രോളിങ്ങിൽ ആക്ച്വൽ പെർഫോമൻസിനെ നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ അവിടെ കുറച്ച് സ്റ്റാൻഡേർഡ്സ് ആവശ്യമാണ് അല്ലെ. പ്ലാനിങ് ഉണ്ടെങ്കിലേ കൺട്രോളിങ് നടക്കുള്ളൂ. പ്ലാനിങ് ആണ് ബേസിക് ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ബേസിക് ഫംഗ്ഷൻ എന്നോ അല്ലെങ്കിൽ പ്രൈമറി ഫംഗ്ഷൻ എന്നോ അതും അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്നോ എന്നൊക്കെ പറയാൻ പറ്റും. പ്ലാനിങ് നടന്നാലേ ബാക്കി എല്ലാ മാനേജീരിയൽ ഫംഗ്ഷൻസും നടക്കുകയുള്ളൂ. ഓക്കെ, യെസ്. ഇത്രയുമാണ് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നോക്കാനുള്ളത് ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ് ആണ്. എന്താണ് ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്? പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ നോക്കാം അല്ലെ. ഫസ്റ്റ് വൺ എന്താ, പ്ലാനിങ് ഫോക്കസസ് ഓൺ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ്. പ്ലാൻ ചെയ്യുന്നത് എപ്പോഴും ഒരു ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് എന്തിനാ, ആ ട്രിപ്പ് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട്. എക്സാമിന് പ്ലാൻ ചെയ്യുന്നത് എന്തിനാ, ആ എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ആ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും പലതും നടക്കാറില്ല അല്ലെ, മിക്കതും നടക്കാറില്ല. അതുകൊണ്ട് തന്നെ ആ ട്രിപ്പ് അവിടെ നടന്നിട്ടില്ലെങ്കിൽ ആ പ്ലാൻ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ആ ഒരു ഗ്രൂപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കും, ഗ്രൂപ്പിൽ നടന്ന ഡിസ്കഷൻ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ആ ഒരു പ്ലാൻ അവിടെ ഫ്ലോപ്പ് ആയി എന്ന് പറയാൻ പറ്റും അല്ലെ. ഇതുപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷനിൽ എന്തൊരു പ്ലാൻ നടത്തുകയാണെങ്കിലും ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ പ്ലാൻ കൊണ്ട് ഒരു കാര്യവുമില്ല. സോ പ്ലാനിങ് എപ്പോഴും എന്താണ്, ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, പ്ലാനിങ് ഈസ് എ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. നമ്മൾ പറഞ്ഞു പ്ലാനിങ് ആണ് മാനേജ്മെന്റിലെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാനുള്ള ആദ്യത്തെ ഫംഗ്ഷൻ, ഫൗണ്ടേഷൻ, ബേസിക് ഫംഗ്ഷൻ. പ്ലാനിങ് നടന്നാലേ ബാക്കി എല്ലാ ആക്ടിവിറ്റീസും ബാക്കി എല്ലാ മാനേജീരിയൽ ഫംഗ്ഷൻസും നടക്കുകയുള്ളൂ. ഓക്കെ, പ്ലാനിങ് ഈസ് വെരി ഇമ്പോർട്ടന്റ് എന്ന് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് വൺ എന്താണ്, പ്ലാനിങ് ഈസ് പെർവസീവ്. പെർവസീവ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലായിടത്തും പ്ലാനിങ് ഉണ്ട് ഇല്ലേ. ചെറിയ മക്കൾ മുതൽ വലിയ ആൾക്കാർ വരെ പ്ലാൻ ചെയ്യും. അല്ലാതെ പ്ലാനിങ് എന്ന് പറയുന്നത് വലിയ ആൾക്കാർക്ക് ഉള്ളതേ ഉള്ളൂ, നിങ്ങൾ പ്ലാൻ ചെയ്യണ്ട നിങ്ങളോട് ആരെയും പറയോ? ഇല്ല. അതുപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷനിൽ നമുക്കറിയാം ടോപ്പ് മാനേജ്മെന്റ് ഉണ്ട്, മിഡിൽ മാനേജ്മെന്റ് ഉണ്ട്,
ലോവർ ലെവൽ മാനേജ്മെന്റ് ഉണ്ട്. ഇവിടെ എല്ലായിടത്തും എന്ത് നടക്കുന്നുണ്ട്? പ്ലാനിങ് നടക്കുന്നുണ്ട്. ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ മാത്രമല്ല പ്ലാനിങ് ഉള്ളത്, മിഡിൽ ലെവലിലും അല്ല, ലോവർ ലെവലിലും ഉണ്ട്. എല്ലായിടത്തും പ്ലാനിങ് ഉണ്ട്. അപ്പൊ സ്കോപ്പിന് മാറ്റം ഉണ്ടാവും. അതായത് ടോപ്പ് ലെവൽ മാനേജ്മെന്റിലൊക്കെ എന്താണ്, മൊത്തം എൻറ്റയർ ഓർഗനൈസേഷന്റെ പ്ലാനിങ് ആണ് നടക്കുന്നത്. ഓക്കെ. എന്നാൽ മിഡിൽ ലെവൽ മാനേജ്മെന്റിലേക്ക് വരുന്ന സമയത്തോ ഡിപ്പാർട്ട്മെന്റൽ ആയിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ നടക്കണം എന്ന പ്ലാനിങ് ആണ് നടക്കുന്നത്. ലോവർ ലെവൽ മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ ഡേ ടു ഡേ പ്ലാനിങ്സ് ആണ് നടക്കുന്നത്. ഓക്കെ. സ്കോപ്പിന് മാറ്റം ഉണ്ടെങ്കിൽ കൂടി എന്താണ്, അവിടെ പ്ലാനിങ് ഉണ്ട്. എല്ലായിടത്തും പ്ലാനിങ് ഉണ്ട്. പ്ലാനിങ് എപ്പോഴും പെർവസീവ് ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. എല്ലായിടത്തും പ്ലാനിങ് ഉണ്ട്. യെസ്. നെക്സ്റ്റ് വൺ, പ്ലാനിങ് ഈസ് കണ്ടിന്യൂസ്. പ്ലാനിങ് എന്താണ്? ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഒരു ട്രിപ്പ് നടക്കാൻ വേണ്ടിയിട്ടാണ്. ആ ട്രിപ്പ് നടന്നാലും ഇല്ലെങ്കിലും നമ്മുടെ പ്ലാനിങ് നിർത്തുന്നുണ്ടോ? അടുത്ത പ്ലാനുമായിട്ട് നമ്മൾ വരും, അടുത്ത ഗ്രൂപ്പായിട്ട് നമ്മൾ വരും, അടുത്ത ഡിസ്കഷനായിട്ട് നമ്മൾ വരും. ഇതുപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു കൊല്ലത്തേക്ക് അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിലും ആ ഒരു ഒബ്ജക്റ്റീവ് നേടിയെടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്ലാൻ വരും. ഒരിക്കലും എൻഡ് ആവുന്നില്ല. ഓക്കെ. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂയിറ്റി. ഒരു പ്ലാനിങ് സൈക്കിളിനനുസരിച്ച് പ്ലാനിങ് അവിടെ നടക്കുന്നുണ്ട്. ആദ്യം നമ്മൾ പ്ലാൻ ഫ്രെയിം ചെയ്യും, പിന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യും, എന്നിട്ട് അടുത്ത പ്ലാനുമായിട്ട് വരും. ഇതാണ് നടക്കുന്നത്. യെസ്. നെക്സ്റ്റ് വൺ, പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. പ്ലാൻ ചെയ്യുന്നത് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയാണ് അല്ലെ. ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. എന്തിനാണ്? വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ ആദ്യം തന്നെ നമ്മൾ പ്ലാൻ ചെയ്യാണ്, അഡ്വാൻസ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യാണ്. ഓക്കെ. എക്സാം ഫ്യൂച്ചറിലാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കാൻ തുടങ്ങിയോ? എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയോ? ഓക്കെ. അപ്പൊ എന്താണ്, നമ്മൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടി ഇപ്പോഴേ സെറ്റ് ആക്കുകയാണ്. കരിയർ പ്ലാനിങ് ഒക്കെ ചെയ്യാറുണ്ട് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടാണ് അല്ലെ, ട്രിപ്പും ഒക്കെ. ഇതുപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് ഫ്യൂച്ചറിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നത്. യെസ്. ആൻഡ് പ്ലാനിങ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്. പ്ലാനിങ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സാന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടാ? ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ആ ഓപ്ഷൻസ് നമ്മൾ ബെസ്റ്റ് ചൂസ് ചെയ്യാണ്. ഓക്കെ. ബിസിനസ് ഓർഗനൈസേഷനിലെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ടായിരിക്കും. പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാന്നാണ് ബിസിനസ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്. അപ്പൊ ആ പ്രോഫിറ്റ് നേടിയെടുക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാ, ഫീസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാ എന്നുള്ളത് അവർ ചൂസ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആണ് നടക്കുന്നത്. യെസ്. നെക്സ്റ്റ് വൺ, പ്ലാനിങ് ഈസ് എ മെന്റൽ എക്സസൈസ്. നേരത്തെ പറഞ്ഞല്ലേ, പ്ലാനിങ് എന്ന് പറയുന്നത് മെന്റൽ, ബുദ്ധി ഉപയോഗിക്കേണ്ട കാര്യമാണ്. ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ വരണമെങ്കിൽ നമ്മൾ തിങ്ക് ചെയ്യേണ്ടി വരും. തിങ്ക് ചെയ്ത് മെന്റലി അല്ലെങ്കിൽ നമ്മൾ എന്താണ്, ബുദ്ധി പ്രയോഗിക്കുകയാണ് അല്ലെ. അവിടെ എന്തൊക്കെ ആവശ്യമാണ്? ലോജിക്കൽ ആൻഡ് സിസ്റ്റമാറ്റിക് തിങ്കിങ് ആവശ്യമാണ്. ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്യണം അല്ലെ. അതുപോലെ തന്നെ ഒരു ഇന്റലക്ച്വൽ ആക്ടിവിറ്റി ആണെന്ന് പറയാൻ പറ്റും. ഫോർസൈറ്റ് വേണം, ഇന്റലിജന്റ് ഇമാജിനേഷൻ വേണം, സൗണ്ട് ജഡ്ജ്മെന്റ് ഒക്കെ ആവശ്യമാണ്. സോ പ്ലാനിങ് ഒരു മെന്റൽ എക്സസൈസ് ആണ്. ക്ലിയർ? യെസ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് ആണ്. അപ്പൊ ഈ ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ പറ്റും. നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. പ്രീവിയസ് ഇയേഴ്സിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 2024 ആനുവൽ എക്സാമിന് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് അല്ലെ. അപ്പൊ ഇവിടെ 2 മാർക്ക് മുതൽ ചോദിക്കാറുണ്ട്. 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ 2 ലിമിറ്റേഷൻസ് മാത്രം എഴുതിയാൽ മതി. 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇനിയിപ്പം 6 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? 6 മാർക്കിനുള്ള ഒരു പാറ്റേൺ ഇല്ല. എന്നിരുന്നാലും 5 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് അത് എന്ത് ചെയ്യുക, പ്ലാനിങ് എന്ന് എന്താന്ന് എഴുതുക. എന്നിട്ട് പ്ലാനിങ്ങിന്റെ ചോട്ടില് എന്ത് എഴുതുക, ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് എഴുതുക. ക്ലിയർ? നമ്മുടെ എഴുതുന്നതിനനുസരിച്ചായിരിക്കും ഈ കുട്ടി ഇതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, സംഭവം സൂപ്പർ ആണ്, ഇപ്പൊ മാർക്ക് അങ്ങ് കൊടുത്തേക്കാം എന്ന് തോന്നും. ഓക്കെ. യെസ്. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്, പ്ലാനിങ് ലീഡ്സ് ടു റിജിഡിറ്റി. പ്ലാനിങ് ഒരിക്കലും എന്തല്ല, ഫ്ലെക്സിബിൾ അല്ല. എന്തുകൊണ്ടാണ് പ്ലാനിങ് ഫ്ലെക്സിബിൾ അല്ല എന്ന് പറയുന്നത്? പ്ലാൻ ചെയ്യുന്നത് അഡ്വാൻസ് ആയിട്ടാണ്. നമുക്ക് ചേഞ്ചസ് എപ്പോൾ വേണമെങ്കിലും വരാം. ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസർട്ടൈൻ ആണ്, അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പൊ അത്തരത്തിലുള്ള ചേഞ്ചസ് വരുമ്പോൾ പ്ലാനിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ചതിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? ഇല്ല. പ്ലാനിങ് അവിടെ വേസ്റ്റ് ആവും അല്ലെ. പ്ലാനിങ് റിജിഡ് ആണ്,
ഒരിക്കലും ഫ്ലെക്സിബിൾ അല്ല. കാരണം നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച് വെക്കുകയാണ്, അഡ്വാൻസ് ആയിട്ട് ഡിസൈഡ് ചെയ്യുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വന്നതാണ് പ്ലാനിങ് മെ നോട്ട് വർക്ക് ഇൻ എ ഡൈനാമിക് എൻവയൺമെന്റ്. അതായത് നമുക്ക് ചുറ്റിലുമുള്ള ഈ ഒരു വേൾഡിൽ, എൻവയൺമെന്റിൽ റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. പൊളിറ്റിക്കൽ ചേഞ്ചസ്, എക്കണോമിക്കൽ ചേഞ്ചസ്, ഫിസിക്കൽ, ലീഗൽ, സോഷ്യൽ ചേഞ്ചസ് ഒക്കെ ഇങ്ങനെ പെട്ടെന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എക്സാമ്പിൾ, കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് മാറിക്കൊണ്ടിരിക്കും, ടെക്നോളജി മാറിക്കൊണ്ടിരിക്കും, കറൻസി എക്സ്ചേഞ്ച് റേറ്റിലൊക്കെ മാറ്റങ്ങൾ വരും, അല്ലെ? അങ്ങനെ അങ്ങനെ സോഷ്യൽ ചേഞ്ചസ് വരും. ആൾക്കാരുടെ നേരത്തെ പറഞ്ഞ പോലെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചേഞ്ചസ് പെട്ടെന്ന് വരും. പക്ഷേ ആ ചേഞ്ചിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ പ്ലാനിങ്ങിൽ കഴിയില്ല. കാരണം എന്താ? പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി അവിടെ ഡിസൈഡ് ചെയ്ത് വെച്ചു, അഡ്വാൻസ് ആയിട്ട് ഡിസൈഡ് ചെയ്ത് വെച്ചു. സോ ആ ഒരു ചേഞ്ച് എപ്പോഴും ഇങ്ങനെ ചേഞ്ച് വരുന്നതിനനുസരിച്ച് പ്ലാനിങ് വർക്ക്ഔട്ട് ആവണം എന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്ലാനിങ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി. നേരത്തെ നമ്മൾ ഫീച്ചർ പഠിച്ചപ്പോൾ പ്ലാനിങ് പ്രൊമോട്ട് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു. ഇപ്പൊ ഇതാ പറയുന്നു പ്ലാനിങ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി. അപ്പൊ ഏതാ ശരി? രണ്ടും ശരിയാണ്, രണ്ടും രണ്ട് രീതിയിലാണ് പറയുന്നത്. ഇവിടെ പ്ലാനിങ് റെഡ്യൂസ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? നമുക്കറിയാം, ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ്, ലോവർ ലെവൽ മാനേജ്മെന്റ് എന്ന രീതിയിലാണ് മാനേജ്മെന്റ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ വരുന്നത് ടോപ്പ് മാനേജ്മെന്റിലാണ്. സോ നമുക്കറിയാം, മിഡിൽ ലെവൽ മാനേജ്മെന്റിലും ലോവർ ലെവൽ മാനേജ്മെന്റിലും ഒക്കെ നല്ല സ്കിൽഡ് ആയിട്ടുള്ള, നല്ല എബിലിറ്റി ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ, തീരുമാനങ്ങളൊക്കെ ഇവിടുന്ന് വരുമ്പോൾ മിഡിൽ ലെവൽ മാനേജ്മെന്റിലുള്ള, അതുപോലെ തന്നെ ലോവർ ലെവൽ മാനേജ്മെന്റിലുള്ള മാനേജേഴ്സിനൊക്കെ അവരുടെ കഴിവ് തെളിയിക്കാൻ കഴിയാതെ വരും, അവർക്കൊരു ഓപ്ഷൻ ഇല്ലാതെ വരും. അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാരുടെ ക്രിയേറ്റിവിറ്റി വളരെ കുറയും. ഓക്കെ, ക്രിയേറ്റിവിറ്റി കുറയാൻ, റെഡ്യൂസ് ആവാൻ കാരണമാകും. അപ്പൊ അങ്ങനെയാണ് ഇവിടെ എന്ത് പറയുന്നത്? പ്ലാനിങ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? യെസ്. നെക്സ്റ്റ് വൺ, പ്ലാനിങ് ഇൻവോൾവ്സ് ഹ്യൂജ് കോസ്റ്റ്. തിങ്ക് ചെയ്യേണ്ട പ്രോസസ് അല്ലേ? ഇവിടെ എങ്ങനെയാ കോസ്റ്റ് വരിക എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്ങനെയായിരിക്കും? ഇവിടെ നമ്മൾ ഓൾറെഡി ഡിസൈഡ് ചെയ്യാണ്. അങ്ങനെ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബോർഡ് റൂം മീറ്റിംഗ്സ്, ഡിസ്കഷൻസ്, പ്രൊഫഷണൽ എക്സ്പേർട്സിന്റെ അഡ്വൈസസ് ഒക്കെ ചോദിക്കേണ്ടി വരും, പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടക്കേണ്ടി വരും, മറ്റുള്ള പണ്ട് നടന്നിട്ടുള്ള ഒരുപാട് ബിസിനസ് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തി ഒരുപാട് ചെലവില്ലേ ഉണ്ട്. എന്നിട്ടേ ഉള്ള അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ വെറുതെ തിങ്ക് ചെയ്താൽ പോരെ, പൈസ ചെലവുണ്ടോ? അങ്ങനെയല്ല. എക്സ്പേർട്സിനോടൊക്കെ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ എന്താ പറയാ, അവരുടെ ഒരു കോൺഫറൻസ് ഒക്കെ വെക്കണമെങ്കിൽ തന്നെ നല്ല റേറ്റ് ആവും, അല്ലെ? ബോർഡ് റൂം മീറ്റിംഗ്സിനൊക്കെ നല്ല റേറ്റ് ആവും. സോ നല്ല കോസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ, പ്ലാനിങ് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. തിങ്ക് ചെയ്യാണ്, നമ്മളൊക്കെ ഓവർ തിങ്കിങ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്കറിയാം എത്ര ടൈം വേസ്റ്റ് ആവുന്നുണ്ട്, അല്ലെ? നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ് ആണ് പ്ലാനിങ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ, പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. പ്ലാൻ നിങ്ങൾ എത്ര വേണമെങ്കിലും പ്ലാൻ ചെയ്തോളൂ, ഒരിക്കലും പ്ലാൻ പറയാണ്, ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് സക്സസ് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒരുപാട് ട്രിപ്പ് പ്ലാൻ ചെയ്യാറുണ്ട്, എന്തെങ്കിലും നടക്കാറുണ്ടോ? ഇല്ല, അല്ലെ? ഒരിക്കലും പ്ലാനിങ് സക്സസ് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. വേണമെങ്കിൽ പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്തോളൂ, വേണമെങ്കിൽ വിജയിക്കാം, അത്രേ ഉള്ളൂ. ഒരിക്കലും ഗ്യാരണ്ടി ചെയ്യുന്നില്ല. ഓക്കെ, ഇത്രയുമാണ് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് എന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്ലാനിങ് പ്രോസസ് ആണ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് വൺ, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ് വിട്ട് കളിയില്ല, അല്ലെ? ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എപ്പോഴും ഫസ്റ്റ് സെറ്റ് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് ആണ്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഫ്യൂച്ചറിൽ എവിടെ എത്തി നിൽക്കണം, ഫ്യൂച്ചറിൽ എൻഡ് റിസൾട്ട് എന്താണോ അതാണ് ഒബ്ജക്റ്റീവ്. അത് സെറ്റ് ചെയ്യുക എന്നതാണ് ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്താ? ഡെവലപ്പിംഗ് പ്രിമൈസസ്. എന്താണ് പ്രിമൈസസ്? നമുക്കറിയാം, ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസർട്ടൈൻ ആണ്, അൺപ്രഡിക്റ്റബിൾ ആണ്. എന്താണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെ? പക്ഷേ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഫ്യൂച്ചറിനെ പറ്റി ഒരുപാട് അസംഷൻസ് വെച്ചിട്ടാണ് പ്ലാൻ ചെയ്യുക, ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക. ഈ അസംഷൻസിനെയാണ്, ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള അസംഷൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രിമൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, അസംഷൻസ്. അപ്പൊ ഈ അസംഷൻ ആണ് നമ്മുടെ പ്ലാൻസ് നടത്താനുള്ള ബേസ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ക്ലിയർ? അസംഷൻ.
certain assumptions ആണ്. നെക്സ്റ്റ് വൺ എന്താ? ഐഡന്റിഫൈങ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു, ആ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷന് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുക, പ്രോഫിറ്റ് ഒരു 50% കൂട്ടുക എന്നതാണ് ഒബ്ജക്റ്റീവ് എന്ന് കരുതുക. ഓക്കെ, അപ്പൊ ആ ഒരു പ്രോഫിറ്റ് 50% കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു മാനുഫാക്ചർ, ഒരു എന്താണ് സെയിൽസിന്റെ ഷോപ്പാണ്, എന്തെങ്കിലും ഒരു സെയിൽസ്, ടെക്സ്റ്റൈൽസ്. ഓക്കെ, ടെക്സ്റ്റൈൽസ് ആണ്. അപ്പൊ ഇവിടെ പ്രോഫിറ്റ് 50% കൂട്ടാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. എന്താണ്? ഡിസ്കൗണ്ട് കൊടുക്കാം, വൗച്ചേഴ്സ് കൊടുക്കാം, അതുപോലെ തന്നെ ബൈ 1 get 1 ഓഫർ കൊടുക്കാം, അതുപോലെ തന്നെ ഗീവ് അവേസ് കൊടുക്കാം. ഇപ്പൊ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആണ് ഗീവ് അവേസ് എന്ന് പറയുന്നത്, അല്ലെ? ഗീവ് അവേസ് കൊടുക്കാം. അങ്ങനെ ഒരു മിനിറ്റ്, ഗീവ് അവേസ്, യെസ്, ഗീവ് അവേസ് കൊടുക്കാം. അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുക എന്നതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ് കോഴ്സസ്. നമ്മളിവിടെ കുറെ എന്ത് കണ്ടു? കുറെ കോഴ്സ് ഓഫ് ആക്ഷൻസ് അല്ലെങ്കിൽ ഓപ്ഷൻസ് കണ്ടു. ഇത് എല്ലാം ഇവാലുവേറ്റ് ചെയ്യുക എന്നതാണ് ഫോർത്ത് സ്റ്റെപ്പ്. ഡിസ്കൗണ്ടിന്റെ എല്ലാ പോസിറ്റീവ് ആയിട്ടുള്ളതും നെഗറ്റീവ് ആയിട്ടുള്ളതുമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക. വൗച്ചേഴ്സ് കൊടുത്താൽ എന്തൊക്കെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാകും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യുക. ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത സംഭവത്തിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യുക, ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, ഏതാണോ ഏറ്റവും നല്ലത്. ഇവിടെയാണ് എന്ത് നടക്കുന്നത്? ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നത്. ഏറ്റവും നല്ല ഓപ്ഷൻ ഏതാണോ അത് ഇവാലുവേറ്റ് ചെയ്ത് സെലക്ട് ചെയ്യുക എന്നതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പ്. അങ്ങനെ എന്ത് കിട്ടി? ഒബ്ജക്റ്റീവ് സെറ്റ് ആയിട്ടുണ്ട്, ആ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാനുള്ള ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പ്ലാനിലേക്ക് ഇട്ട് കൊടുക്കുക. പ്ലാൻ ചെയ്ത കാര്യം നമ്മൾ ചെയ്യുക. ഡൂയിങ് വാട്ട് ഈസ് റിക്വയർഡ്. ഇവിടെ എന്താ നടക്കുന്നത്? പ്രവർത്തികളിലേക്ക് വരികയാണ്, ആക്ടിവിറ്റീസ് ഓപ്പറേഷൻസിലേക്ക് വരികയാണ്. ഇത്രയും നേരം നമ്മൾ തിങ്ക് ചെയ്തു, ഇനി നമ്മൾ ഓപ്പറേഷൻസിലേക്ക് വരികയാണ്. ഈ ഒരു പ്ലാന് നമ്മൾ പ്രാവർത്തികമാക്കി അതോടെ കഴിഞ്ഞോ പ്ലാനിങ്? ഇല്ല. ഫോളോ അപ്പ് ആക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഈ ഒരു പ്ലാൻ ചെയ്ത പോലെയാണോ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്, ഫീഡ്ബാക്ക് എടുക്കേണ്ടതുണ്ട്. ഇനി അതിന് എന്തെങ്കിലും രീതിയിലുള്ള വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, യെസ്, ഇത്രയാണ് പ്ലാനിങ് പ്രോസസ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ? ആൻഡ് ഈ ചാപ്റ്ററിലെ തന്നെ ലാസ്റ്റ് പോർഷൻ ആണ് ടൈപ്സ് ഓഫ് പ്ലാൻസ്. 2 ടൈപ്സ് ഓഫ് പ്ലാൻസ് ആണുള്ളത്, സിംഗിൾ യൂസ് പ്ലാൻ ആൻഡ് സ്റ്റാൻഡിങ് പ്ലാൻസ്. സിംഗിൾ യൂസ് എന്തായിരിക്കും? പേര് സൂചിപ്പിക്കുന്നുണ്ട് അല്ലെ, ഒരൊറ്റ കാര്യത്തിനേക്ക് ഭാവിയിൽ ഒരിക്കലും സംഭവിക്കാൻ ചാൻസ് ഇല്ലാത്ത, ഒരൊറ്റ തവണ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സിംഗിൾ യൂസ് പ്ലാൻസ് ചെയ്യാറുള്ളത്. അതായത് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്, ഒരു ദിവസത്തേക്ക് ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യാണ്, ആ ദിവസം മാത്രമാണ് ആ സെമിനാർ. അപ്പൊ അന്നത്തേക്ക് ചെയ്യുന്ന പ്ലാന് സിംഗിൾ യൂസ് പ്ലാൻ ആണ്. അപ്പൊ ഈ സിംഗിൾ യൂസ് പ്ലാന്റെ സ്പാൻ ഓഫ് ടൈം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം ആവാം, ചിലപ്പം ഒരു വീക്ക് ആവാം, ചിലപ്പോൾ ഒരു മന്ത് ആവാം. ഭാവിയിൽ ഒരിക്കലും സംഭവിക്കാൻ ചാൻസ് ഇല്ലാത്ത കാര്യങ്ങൾക്ക് ചെയ്യുന്ന പ്ലാൻ ആണ് സിംഗിൾ യൂസ്. അപ്പൊ സ്റ്റാൻഡിങ് പ്ലാൻ എന്തായിരിക്കും? ഭാവിയിൽ സംഭവിക്കാൻ ചാൻസ് ഉള്ള, അല്ലെ, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സംഭവിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾക്കാണ് സ്റ്റാൻഡിങ് പ്ലാൻസ് തയ്യാറാക്കുന്നത്. ഓക്കെ, ഇപ്പം ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് ഒക്കെ പഞ്ച് ചെയ്യുക എന്നുള്ളത് എന്നും ഭാവിയിൽ എന്നും സംഭവിക്കില്ലേ? അല്ലെങ്കിൽ ഒരൊറ്റ ദിവസത്തേക്കാണോ പഞ്ചിങ്? അല്ല. അപ്പൊ അവിടെ ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളത് സ്റ്റാൻഡിങ് പ്ലാനിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ? യെസ്. ഇനി നമുക്ക് ഈ പ്ലാൻസ് ഒക്കെ കുറച്ച് ഇലാബറേറ്റ് ചെയ്ത് പഠിക്കാം. ഫസ്റ്റ് വൺ ഒബ്ജക്റ്റീവ് ആണ്. ഒബ്ജക്റ്റീവ് ഇല്ലാതെ ഒരു സംഭവം ഇല്ല. ഒബ്ജക്റ്റീവ് എന്താന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എവിടെ ഭാവിയിൽ എത്തി നിൽക്കാൻ ആഗ്രഹിക്കുന്നോ ആ ഒരു എൻഡ് റിസൾട്ടിനെയാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അല്ലെ? സെക്കൻഡ് വൺ എന്താണ്? സ്ട്രാറ്റജി ആണ്. ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ചെയ്തു, ആ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാനുള്ള ടൈപ്പ് ഓഫ് പ്ലാനെ നമുക്ക് സ്ട്രാറ്റജി എന്ന് പറയാൻ പറ്റും, അല്ലെ? കോംപ്രിഹെൻസീവ് പ്ലാൻ ഫോർ അക്കംപ്ലിഷിംഗ് ആൻ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പൊ ഇവിടെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയാ നടക്കുന്നത്? നമ്മൾ ആദ്യം തന്നെ ലോങ് ടേം ഒബ്ജക്റ്റീവ് ഡിറ്റർമൈൻ ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഒരു പെർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ അഡോപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യും. ക്ലിയർ? യെസ്. തേർഡ് വൺ
പോളിസിയാണ്. എന്താണ് പോളിസി? ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ സ്ട്രാറ്റജീസ് ഉണ്ടെന്ന് കണ്ടു. എന്തിനാണ്? ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് പ്ലാൻസ് ആണ് സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജി നടക്കുന്നത് പോളിസി ഫ്രെയിംവർക്കിനുള്ളിൽ നിന്നുകൊണ്ടാണ്. അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും? എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലെ? ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ നടക്കുന്ന ഓപ്പറേഷൻസിനെ ആക്ഷൻസ് ഒക്കെ നിയന്ത്രിക്കുന്ന, കൺട്രോൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് പ്ലാൻസ് ആണ് പോളിസി എന്ന് പറയുന്നത്. ബേസിസ് ഫോർ ഇന്റർപ്രറ്റിംഗ് സ്ട്രാറ്റജി വിച്ച് ഈസ് യൂഷ്വലി സ്റ്റേറ്റഡ് ഇൻ ജനറൽ ടേംസ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ബ്രോഡ് പാരാമീറ്റേഴ്സ് വിത്തിൻ വിച്ച് എ മാനേജർ മേ ഫംഗ്ഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ മാനേജേഴ്സിന് എന്തൊക്കെ ചെയ്യാം എന്ന് പറയുന്ന ഒരു ബ്രോഡ് പാരാമീറ്റേഴ്സ് ആണ് പോളിസി. ഓക്കെ, ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ലീവ് പോളിസി ഉണ്ടായിരിക്കും, പ്രൈവസി പോളിസി നമ്മൾ കേട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയാസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പ്രൈവസി പോളിസി നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ തന്നെ കുറെ പോളിസീസ് ഉണ്ട്. ലീവ് പോളിസി, പ്രൈവസി പോളിസി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള. ഓക്കെ, നെക്സ്റ്റ് വൺ പ്രൊസീജിയർ ആണ്. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കും. ആ ആക്ടിവിറ്റീസിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സിനെയാണ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഒരു വർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് മാനറിൽ, ഏത് വഴിയിലാണ്, ഏത് മെത്തേഡിലാണ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു ഓർഡറിനെ, ക്രൊണോളജിക്കൽ ഓർഡറിനെയാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഈ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യേണ്ടത് ആരൊക്കെയാ? ആ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇൻസൈഡേഴ്സ് മാത്രം. ഓക്കെ, നെക്സ്റ്റ് വൺ പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ് തമ്മിലുള്ള ലിങ്ക് എന്താണ്? ഇത് രണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു. എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ബിസിനസ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ആണ്. ആ ആക്ടിവിറ്റീസിന്റെ ഓർഡർ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് ആണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഈ പ്രൊസീജിയർ ചെയ്യുന്നത് നമ്മുടെ പോളിസി ഫ്രെയിംവർക്കിനുള്ളിൽ നിന്നാകണം എന്നതാണ് പോളിസിയും പ്രൊസീജിയറും തമ്മിലുള്ള റിലേഷൻ, ബന്ധം എന്ന് പറയാൻ പറ്റും. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ മെത്തേഡ് ആണ്. മെത്തേഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. എന്താ? ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ ഒരുപാട് വേസ്, വഴികൾ ഉണ്ടായിരിക്കും. അതിൽ ബെസ്റ്റ് ചൂസ് ചെയ്യുക. അതിൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്താൽ എന്താണ്? നമ്മുടെ ടൈം, നമ്മുടെ കോസ്റ്റ്, നമ്മുടെ എഫേർട്ട് ഒക്കെ സേവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, മെത്തേഡ് പ്രിസ്ക്രൈബ്ഡ് വേസ് ഓർ മാനർ ഇൻ വിച്ച് എ ടാസ്ക് ഹാസ് ടു ബി പെർഫോംഡ് കൺസിഡറിംഗ് ദി ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് ഓരോ ടാസ്കിനും ഓരോ രീതിയിലായിരിക്കും. ക്ലിയർ? നെക്സ്റ്റ് വൺ റൂൾ ആണ്. ഏറ്റവും സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് പ്ലാൻ ആണ് റൂൾ എന്ന് പറയുന്നത്. നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത, സിംപ്ലസ്റ്റ് ടൈപ്പ് ആണെങ്കിൽ കൂടി റിജിഡ് ആയിട്ടുള്ള പ്ലാൻ ആണ്. എന്തുകൊണ്ടാണ് റിജിഡ് എന്ന് പറയുന്നത് റൂളിനെ? റൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ്സ് ആണ് അല്ലെ? ഇപ്പൊ നമ്മള് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ പോയിട്ട് പഞ്ച് ചെയ്യണം എന്നുള്ളത് അവിടുത്തെ റൂളാണ്. അത് നമ്മൾ പാലിക്കണ്ടേ? നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറ്റുമോ? ഇല്ല. അതിനെയാണ് റൂൾ എന്ന് പറയുന്നത്. ഇറ്റ് റിഫ്ലെക്ട്സ് എ മാനേജീരിയൽ ഡിസിഷൻ ഓൺ ദാറ്റ് ഈസ് സർട്ടൻ ആക്ഷൻ മസ്റ്റ് ഓർ മസ്റ്റ് നോട്ട് ബി ടേക്കൻ. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ പ്രോഗ്രാം ആണ്. എന്താ പ്രോഗ്രാം? ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് ആണ് പ്രോഗ്രാം. ആ ഒരു പ്രൊജക്റ്റിന്റെ ഒബ്ജക്റ്റീവ്സ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ്, റൂൾസ്, ടാസ്ക്, ഹ്യൂമൻ ആൻഡ് ഫിസിക്കൽ റിസോഴ്സസ് ഒക്കെ നമുക്ക് ആ ഒരു പ്രോഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്നതാണ് പ്രോഗ്രാം എന്ന ടൈപ്പ് ഓഫ് പ്ലാനിന്റെ പ്രത്യേകത. പ്രോഗ്രാം വിൽ ഇൻക്ലൂഡ് ദ എൻറ്റയർ ഗാമ്യൂട്ട് ഓഫ് ആക്ടിവിറ്റീസ്. ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ആ പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ആൻഡ് ലാസ്റ്റ് വൺ ബഡ്ജറ്റ് ആണ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിലെ എക്സ്പെക്റ്റഡ് റിസൾട്ട് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് ന്യൂമറിക്കൽ ടേംസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെ അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ബഡ്ജറ്റ് എപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് എത്ര വരവുണ്ട്, നമുക്ക് എത്ര ചെലവുണ്ട്, എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ റവന്യൂ ഒക്കെ എത്രയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ചില ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെ സീസണൽ ടൈം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് കൂട, ബാഗ്, ബുക്സിന്റെ ഒക്കെ വാങ്ങുന്ന ഡിമാൻഡ് കൂടും. അപ്പൊ ആ സീസണൽ ടൈമിൽ എത്ര വർക്കേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യണം എന്നതൊക്കെ ഈ ഒരു ബഡ്ജറ്റ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇത്രയുമാണ് ടൈപ്സ് ഓഫ് പ്ലാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ പ്ലാനിങ് എന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ ഒരിക്കലും ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാതിരിക്കുക, നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പൊ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും വൺ ഷോട്ട് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും.
ഇപ്പൊ III+2 കൊമേഴ്സ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും, നിങ്ങൾക്ക് +1 +2 ജയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. നമുക്ക് A+ൽ കുറഞ്ഞ ഒന്നും വേണ്ട. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.